ഏഴിമല പൂഞ്ചൊല്ല. ഹായ്, ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷാജിയുടെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടാ? ദാറ്റ്സ് നോട്ടിഫിക്കേഷൻ ഓഫ് ദ ഇംപ്ലിമെന്റ് ആൻഡ് അഫെയർ ഓഫ് ദ സ്റ്റുഡന്റിഫിക്കേഷൻ ഓഫ് ദ ഇന്റർവ്യൂ. അവതാരങ്ങൾ പൊളിച്ചടക്കിയിട്ടുണ്ട്, പറയിപ്പിച്ചിട്ടുണ്ട്, പറയിപ്പിച്ച് അടങ്ങും. കേൾക്കണ എന്നൊന്ന് കേട്ടോക്കൂ. ആസ് മിസ്സിംഗ് ഓഫ് ദ ട്രാൻസ്ലേഷൻ ആൻഡ് ദ കൺക്ലൂഷൻസ്. ഓക്കെ, ഇംഗ്ലീഷ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയാതുകൊണ്ടാണ്. നമുക്കൊന്നും കാണാം. എങ്ങനെയുണ്ട് പുതിയ ലൈഫും കാര്യങ്ങളൊക്കെ? അടിപൊളി. ലൈഫ് കുഴപ്പമൊന്നുമില്ല, എന്തൊരു സുഖമില്ലാത്ത മാതിരി. കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം അടിപൊളി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല. ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ളതല്ല, കണ്ണൂരുകാരനാണ്. ആള് വന്നിട്ടുണ്ടായിരുന്നു, ദുബായിലാണ്. ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്നു, നിക്കാഹ് കഴിഞ്ഞു, ആള് പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഡിസംബർ ഫസ്റ്റ്. അത് ഞങ്ങള് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ? അല്ലല്ല, അവിടെ അവരുടെ ഭാഗത്ത് വെച്ച്, കണ്ണൂര്. അവതാരകനെ നൈസില് എന്തായാലും ഈ വീഡിയോ ഞാൻ കണ്ടിട്ടോ, വളരെ നല്ല അടിപൊളി ഇന്റർവ്യൂ ആയിട്ടുണ്ട്. ഇതിന്റെ മുമ്പത്തെ ഇന്റർവ്യൂ ആയിരുന്നല്ല. അവതാരകൻ നൈസില് 8ന്റെ പണിയോട് കൊടുത്തിരിക്കുക. ഫുള്ള് ചോദിച്ചറിഞ്ഞിട്ട് പുള്ളിക്കാരത്തിനെ കൊണ്ട് കംപ്ലീറ്റ് പറയിപ്പിച്ചു. ഈ വീഡിയോ നമുക്ക് അരമണിക്കൂറിന്റെ മീതുണ്ട് ഇവരെടുത്ത ഈ വീഡിയോസ് ഇന്റർവ്യൂ തന്നെ. അതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും നമുക്ക് ഇതിൽ കൊടുക്കാൻ കഴിയില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, സാജിദാനെ കൊണ്ട് അവളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന പല കാര്യങ്ങളും പുറത്തു വന്നു. അത് നിങ്ങൾ ഇന്റർവ്യൂ കണ്ടാൽ മതി. 2,61,000 ആളുകളായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മളത് പറഞ്ഞു പോയാൽ അതാണ് ഏറ്റവും നല്ലത്. ആളുകളെ മുഷിപ്പിക്കും വേണ്ട. ആളുകൾക്ക് ഒന്നാമത് സമയമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാജിദാനെ കൊണ്ട് ചില സത്യങ്ങളൊക്കെ മൂടി വെച്ചിരുന്ന, മറച്ചു വെച്ചിരുന്ന ചില സത്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പറയാതെ പറയിപ്പിക്കാന്ന് കേട്ടില്ല. ഒരു പോലീസുകാരുടെ ഒരു ചെറിയ ടെക്നിക്ക് ഈ അവതാരകത്തിൽ പിന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സാജിദാനെ ഇന്റർവ്യൂ ചെയ്യുന്ന അവതാരകര്, അതുപോലെ തന്നെ സാജിദാന്റെ മരിച്ച ഭർത്താവിന്റെ വീട്ടുകാരുണ്ട്. ഇപ്പൊ ഈ നാത്തൂൻ റംല, അല്ലെങ്കിൽ അവരുടെ മകള്, അല്ലെങ്കിൽ അവരുടെ ആങ്ങളമാര്, വേറെ ഏട്ടനഞ്ചന്മാർ ആരൊക്കെ ഉണ്ട്, അവരെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് നിങ്ങൾ പൊതുജന മധ്യത്തിൽ ഒന്ന് കൊണ്ടുവരണം. കാരണം ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മറ്റ് യൂട്യൂബേഴ്സ്, നല്ല ഫോളോവേഴ്സുള്ള, നല്ല സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബേഴ്സിനും വേണമെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ മുൻപത്തെ വീഡിയോസിലൊക്കെ അങ്ങനത്തെ ഒരു കമന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്ര വലിയൊരു സബുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ ചെറിയൊരു ചാനലാണ്. അതിൽ കൂടെ ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷാജിയുടെ വിഷയം ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അതുകൂടെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോ ആള് പോയി, ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. അത് തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഞാൻ വീട്ടിൽ തന്നെ. എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? എവിടെ താമസം? വീട്ടിലല്ലാതെ വീട് എവിടെയാണ്? വീട് തറമ്മേ? അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കല്ലേ. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് വേഗം വാ. അതാണ് നമുക്ക് വേണ്ടത്. അവര് പറഞ്ഞ എനിക്ക് ഇഷ്ടമാണല്ലോ, നമ്മളുടെ ലൈഫ് അല്ലേ പൊതുവേ. അതെ അതെ അതെ. നമ്മളെന്തിനാ നമ്മുടെ കല്യാണക്കാര് നമ്മുടെ ഉമ്മാനോടോ അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റർമാരോടോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ആദ്യത്തെ കല്യാണം കഴിഞ്ഞില്ല, അതെല്ലാവരോടും നമ്മൾ പറഞ്ഞില്ലേ. രണ്ടാമത്തെ കല്യാണം നമുക്ക് സിമ്പിൾ ആയിട്ട് നടത്താം. ഇനി പറ. എന്റെ ലൈഫ് ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. കാരണം ആവശ്യമില്ല, ഞാനാ നോക്കണത്. എന്റെ തീരുമാനം മറ്റുള്ളവരടുത്ത് പറയണമെന്ന് എനിക്കില്ല.
സംസാരിച്ചിരുന്നു അമ്മ ഞാൻ ഇങ്ങനെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്? അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ഇല്ല. മറ്റേ സഹോദരങ്ങൾക്കോ? അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവര് വേറെ കല്യാണം കഴിച്ച് വേറെ. അതെ അവര് വേറെ കല്യാണം കഴിച്ച് അവരെ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് അവര് പോകുമ്പോൾ നമ്മള് അതിന്റെ ഇടയിൽ രണ്ടാമത്തെ കല്യാണക്കാരൊക്കെ വരുന്ന സമയത്ത് ശരിയാണത്. പക്ഷെ ശരിയാണ് ശരി. കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ. ഞാൻ അവരുടെയൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഈ ചെങ്ങായി പിന്നെയും ഇതിങ്ങനെ കുത്തി ചോദിക്കാൻ നിൽക്കുന്ന എന്തിനാ? ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ എടുത്താ പോരെ? അത് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ? ഒരു കാര്യങ്ങളും അങ്ങനെ ഇല്ല. എന്റെ കാര്യങ്ങളൊന്നും അവരോട് ഷെയർ ചെയ്യാറില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഇല്ല. ഇത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ്. മക്കൾക്ക് അറിയാം. മക്കള് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏറ്റവും ആള് പോലും ഇല്ല. കുട്ടികളാരും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് കുട്ടികളും പെറുക്കിയിട്ട് 4-5 മക്കളുണ്ട് അവൾക്ക്. എല്ലാവരും പാടെ പെറുക്കിയിട്ട് പോവുക. കല്യാണത്തിനാണ് പോണതേ, മറ്റുള്ളവരുടെ കല്യാണത്തിനല്ല, അവനവന്റെ കല്യാണത്തിനാണ് പോണത്. എന്താണ് ഭായി? ഷാജി മാത്രമായിട്ട് പോയി വിവാഹം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. എന്നിട്ട് ആള് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ആള് പോയി. അതെ, ദുബായിക്ക് തിരിച്ചു. കുറച്ച് ദിവസം എത്ര ദിവസം ഉണ്ടായിരുന്നു. ഈ അന്നൊരു വീഡിയോ സെറ്റ് ചെയ്യുന്നില്ലല്ലേ? ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്, കണ്ണൂർ ഭാഗത്തേക്ക് എന്താ പോവാറൊരു റീൽസ് സെറ്റ് ചെയ്യുന്നത്. അത് കല്യാണത്തിനായിരുന്നു അല്ലേ? കൊച്ചു കള്ളി ഒന്ന് പറയായിരുന്നു. ഇപ്പൊ കൊറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു വന്നല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഇക്കാടെ പെങ്ങളെ ഒരു ഇത് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനറിയില്ല, ഞാൻ വേറൊരു വീഡിയോയില് കണ്ടിട്ടാണ് ഞാൻ. പെങ്ങള് മറ്റേതല്ലേ, എന്താണ് എനിക്ക് എന്തോ ഒരു അവിഹിത ഗർഭം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷമാക്കി ആ കേസല്ലേ? അത് എത്രയോ വീഡിയോസിൽ എത്ര ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇനി പറയണ്ട, പുതിയത് പറയും. എന്തോ കാരണം ഞാനൊരു 4 മാസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. 4 മാസം എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 4 മാസം എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാനസികമായിട്ട് ഒരു തകർന്നു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പൊ അവരത് പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് 4 മാസം ഗർഭിണിയായിരുന്നു, പ്രഗ്നന്റ് ആയിട്ട് എന്താണ് ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് നജ്ജ് വല്ലാത്തൊരു സാധനം കേട്ടോ. ഇങ്ങനെ ചോദിച്ചറിയാനും വേണം വെയിക്കുക. ഉണ്ടെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ അവര്. അങ്ങനെ എവിടെയാണ് അബോർട്ട് ചെയ്തത്, എവിടെ ഏത് ഡോക്ടറെ കാണിച്ചത്, എല്ലാ കാര്യങ്ങളും അറിയണല്ലോ. പ്രഗ്നന്റ് ആണെങ്കിൽ ഞാനൊരു ഡോക്ടറെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അബോർഷൻ ആയിട്ടുള്ള കാര്യങ്ങള് മുന്നോട്ട് പോയിട്ടുണ്ടാവല്ലോ. അതെവിടെയാണ് എന്താണെന്ന് അവര് തെളിയിച്ചു തരട്ടെ. ഡോക്ടറെ കാണാതെ തന്നെ നമുക്ക് അബോർട്ട് ചെയ്ത്. ഈ ചെങ്ങായി ആവശ്യമില്ലാതെ വെറും പിത്തന പിടിച്ച ചോദ്യങ്ങളാ ചോദിക്കുന്നത്. കുരുട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനെ ഇടങ്ങറാക്കാണ്. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കേ. അതെനിക്കറിയില്ല. 4 മാസം പ്രഗ്നന്റ് ആയ ആള് ഇങ്ങനെ ഡോക്ടറെ കാണാണ്ട് അല്ലാണ്ടൊക്കെ ചിലപ്പോ ഒരു 10 ദിവസമൊക്കെ പറ്റൂല അല്ലേ? ശരി, അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പൊ അത് വിശ്വസിച്ചു. പറ്റൂല കേട്ടോ. കുട്ടി വളർച്ചയെത്തിയ ഒരു ടൈമാണ്. അതില് നമ്മൾ ഒരിക്കലും അബോർഷൻ ചെയ്ത് തരില്ല. ഇവര് പറയുന്നത് 4 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, 4 മാസം കഴിഞ്ഞിട്ട് അബോർട്ട് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എനിക്കറിയില്ല എന്താണ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. വെറുതെ ഒരു അപവാദം പറഞ്ഞ് പരത്തിയതാണ്. തീർച്ചയായിട്ടും. അല്ല, ഇങ്ങനെ ഈ ഒരു നീചമായ രീതിയിലുള്ള ഒരു അപവാദം പറഞ്ഞ് ഉണ്ടാക്കാനായിട്ടുള്ള ദേഷ്യം എന്താണ്? അതെനിക്കറിയില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂലായാലും വേറെ കുറെ 2 ഇന്റർവ്യൂ കൊടുത്താലും ഞാൻ ഈ പറയുന്ന ഇക്കാന്റെ പെങ്ങന്മാരെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. അവിടെ ഞാൻ എന്റെ ഇക്കാന്റെ ഏട്ടന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അവരുടെ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അന്നിച്ച് പെങ്ങന്മാരെ കുറിച്ച് പറയാൻ നന്നായുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒന്നും നിൽക്കൂല ഈ പ്രശ്നം. വീഡിയോസ് എത്ര ഇറങ്ങി വെച്ചിട്ടാ പേച്ചി. ഇതിപ്പോ ഇതുമ്പോ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണോണ്ട ഇനി വെറുതെ ഒന്നും അതൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പൊ തന്നെ എന്തൊക്കെ ആകെ ഓരോരുത്തർ പ്രഷർ അടിച്ചിട്ടൊക്കെ നടക്കണത്. ഈ പെങ്ങന്മാരെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ അങ്ങനത്തെ ഒരു സംഭവം ഇറക്കിയത്? പെങ്ങന്മാർക്ക് ഷാജിദോട് ഷാജിദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെങ്ങന്മാര് വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, അവരാ വീട്ടിലേക്ക് അടുപ്പിച്ചിട്ടില്ല. അങ്ങനെയല്ല, അവര് പൊതുവെ ഈ രണ്ടാമത്തെ പെങ്ങളെ ഇക്കാന്റെ രണ്ടാമത്തെ പെങ്ങൾക്ക് പൊതുവെ എന്നോട് നിശ്ചയം കഴിഞ്ഞ മുതൽക്കൊരു ദേഷ്യമാണ്. കാരണം അവള് നോക്കി വെച്ച ഒരു പെണ്ണിനെ ഇക്ക കെട്ടില്ല എന്നുള്ളൊരു
അത്യാവശ്യത്തിന് ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഭംഗിയുണ്ട്, പിന്നെ ഡ്രസ് ചെയ്ത അടിപൊളിയാ. കാണാൻ വന്നിട്ടില്ല, എൻഗേജ്മെന്റിന് വന്നിട്ടില്ല, കല്യാണത്തിന്റെ ടൈമിലൊക്കെ അവള് ഇവരിനായിട്ട് തെറ്റി നിൽക്കുന്ന ആ ടൈമായിരുന്നു. ശരി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. ആ ദേഷ്യം അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഈ ടൈം വരയ്ക്കും ഉണ്ട്, അവളുടെ മനസ്സിലുണ്ട്. കുനിറ്റാട്ടോ, കുനിറ്റാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. നാത്തുമാർക്ക് ഇങ്ങനെ കുനിറ്റൊന്നും പാടില്ല. ഒരു കാര്യം ഷാജിദ നേരത്തെ ഒരു വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ആ എന്താ പറയാ ആരോടും പറഞ്ഞു? അവരെ കുറിച്ച് ഒരാളുടെ പറഞ്ഞിട്ടില്ല. എന്താ പറയാ, പറയണ്ടേ? തോന്നി എനിക്കിപ്പോ അവരെ അത് കുറിച്ച് തെറ്റാ, പറയണേ. ഞാനിപ്പോ അവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് നല്ലപോലെ നല്ലപോലെ നിന്നിട്ടുള്ളൂ. എനിക്കപ്പോ അവരുടെ അടുത്ത് അങ്ങനെ പറയണമെന്ന്, അവരെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് പറയായിരുന്നു കേട്ടോ അല്ലെ, പറയാഞ്ഞ മോശമായി. വലിയൊരു എന്താ പറയാ, മഹാമോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അതെ അതെ. കാരണം ഒരിക്കലും ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ അത് ലീഗലി ഞാൻ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് തെളിവും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി. തെളിവ് സൈഡ് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവര് പറയാം, ഈ പറഞ്ഞ സ്ഥിതിക്ക് തെളിവും കൊണ്ടുവരണല്ലോ. ഞാൻ ഇവിടെ കാണിച്ചത് എങ്ങനെയാണ് 8 മാസം ആകുമ്പോൾ എന്റെ വീട്ടിലും മക്കളൊക്കെ അന്വേഷിച്ച് അറിയാലോ. ഞാൻ എന്തായാലും വീട്ടിലായിരുന്നല്ലോ 4 മാസം. അപ്പൊ 4 മാസം എന്തായിരുന്നു എനിക്ക് പ്രശ്നം, എങ്ങനെയായിരുന്നു എന്നൊക്കെ തെളിയിക്കാം. എനിക്കിപ്പോ എനിക്ക് ആ ടൈമിൽ സൈക്കോളജിസ്റ്റ് കാണിച്ച മരുന്നും കാര്യങ്ങളും, ഞാൻ കഴിച്ചിരുന്ന മരുന്ന് എല്ലാം എന്റെ അടുത്തുണ്ട് തെളിവ്. ഞാൻ കഴിച്ചിരുന്ന തെളിവ് എന്റെ അടുത്തുണ്ട്, ഡോക്ടറും ഉണ്ട്, എല്ലാം ഉണ്ട്. അവര് പറഞ്ഞ അതിനുള്ള തെളിവ് അവര് കൊണ്ടുവരും. ഈ ചെങ്ങായിനെ കൊണ്ട് മലങ്ങി മരിച്ചിട്ട് ഇങ്ങനെ കുരുട്ട് ചോദ്യം ചോദിക്കാൻ നിൽക്കുവാന്. ആ കൈ അപ്പോതിന് അതിന്റെ ഇടയിൽ കൂടെ കയ്യുമ്പത്തെ മുറിവ് വന്നു. അതിപ്പോ ചോദിക്കേണ്ട കാര്യം എന്താ ഇപ്പൊ ഇവിടെ? ഇത് പറയേണ്ടതാ അജിത, ഞാൻ എന്റെ അഭിപ്രായം ഇത് പറയേണ്ടതാ. വീട്ടിൽ പോയതിന് ശേഷം കുറച്ചൊരു 4-5 മാസം കഴിഞ്ഞിട്ട് മൈലാഞ്ചിട്ടൊന്നും കാണില്ല. മൈലാഞ്ചി കിട്ടുന്നത് നല്ല രസമുണ്ട്. ഒരുപാട് പ്രഷർ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം കടവും കാര്യങ്ങള്, ബാക്കിയുള്ളത് വീട്ടിൽ വലിയ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അന്നൊന്നും യൂട്യൂബ് അത്ര ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഈ മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങള്, അതുകൊണ്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ് എന്റെ കൈ. എന്താ ഈ മാനസികം എന്ന് പറയുന്നത്? ജന്നത് ഇങ്ങനെ പറയാൻ നിൽക്കല്ലേ, ആൾക്കാർ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കൂട്ടോ. അതൊന്നും ഇല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് നല്ല വളർത്തിയ ഇത്രയും പിന്നെ സമയം കൊണ്ട് എനിക്ക് ഇത്ര പെട്ടെന്ന് യൂട്യൂബിൽ വളരാനും പിന്നെ ഇത്ര സബ് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞ ഏജ് ആള് പൊട്ടത്തൊന്നല്ല, വെറുതെ ആൾക്കാർ ഓരോന്ന് പറയുന്നത്. കഴിവുണ്ട്, എനിക്ക് ഒന്ന് അംഗീകരിച്ചാണ്ട്. പക്ഷെ അവര് പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് അബോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മാടെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവര് പറഞ്ഞുണ്ടാക്കിയത്. ഉമ്മാന്റെ കൈ ഉമ്മ എന്നെ ഡോക്ടർക്ക് കൊണ്ടുപോകാത്തോണ്ട് ഉമ്മാന്റെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവരുടെ വോയിസിലൊക്കെ കേൾക്കുന്നത്. മുറിഞ്ഞിരിക്കുമ്പോഴത്തേനും അത് അവര് പറയാനായിട്ട് സമയം വരില്ലേ? ഇത് ഈ കൈ മുറിച്ചത് അതുകൊണ്ടല്ല, ഈ കൈ ഈ ചെങ്ങായി വെറും ഇന്റർവ്യൂ എന്ന് പറഞ്ഞ വെറുതെ കേട്ടോ. ഓരോർക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ട് തോന്നുന്നു, ഇങ്ങനെ കുത്തി ചോദിക്കുക, എന്നിട്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണേ. എനിക്ക് മാനസികമായിട്ടുള്ള പ്രഷർ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ വർക്കിനൊക്കെ പോയ ടൈമിലൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തർ പറയും. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമുക്കില്ല, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന ആ ടൈമിൽ എനിക്ക് തോന്നിയ ആ ഒരു സംഭവമാണിത്. അതുകൊണ്ട് മാനസികമായിട്ട് നമുക്ക് പിരിമുറുക്കം കൂടുമ്പോ അതിപ്പോ നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് സൈക്കോളജിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അബോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അവര് കൊണ്ടുവരുന്നു. ഇത് ഞാൻ മുറിച്ചിട്ട് ഏകദേശം കറണ്ട് പോയിട്ടോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് പ്രശ്നമാക്കണ്ട. 4-5 മാസമൊക്കെ ആയിട്ടുണ്ടോ? ഈ അടുത്തല്ല, ഒരു 6-7 മാസമൊക്കെ ഉണ്ടോ മുറിച്ചിട്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ മുമ്പാണോ മുറിച്ചത്? ഓപ്പറേഷന്റെ കുറെ മുന്നാണ്. അപ്പൊ ഓപ്പറേഷൻ മുന്നേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒത്തിരി ആളായിട്ടില്ലല്ലോ? ഇല്ലല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 മാസം 2 മാസമായിട്ടുള്ളൂ. റീസെന്റ് ആയിട്ടുള്ളൂ, അതിനു മുമ്പ് മുറിച്ചിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ ഒരു പറച്ചിലുണ്ട് ഷാജിദ്ക്ക് അഹങ്കാരം കൂടി. അടുത്ത കുരുട്ട്. കാരണം വേറെ ഒന്നുമല്ല, ആൾക്കാര് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഷാജിദ് ആദ്യമുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്, വളരെ പാവമായിട്ട് ഭയങ്കര സാധനം. പക്ഷേ ഇപ്പൊ മാറിയിട്ട് ഷാജിയുടെ സംസാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പച്ചയായിട്ട് തെറി പറയുന്ന രീതികൾ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. ഇല്ലാന്ന് തെളിവുണ്ട്. എന്ത് തെളിവ്? തെളിവ് പറയും. അല്ലല്ല, ചെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറൊന്നും പറഞ്ഞു. അതൊക്കെ ഒരു തെറിയ, അതൊക്കെ ഒരു തെറിയാണോ? ചെറ്റാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ
ഏറ്റവും എന്താ പറയാ മാന്യമായിട്ടുള്ള ഒരു രീതിയാണത്. അത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എന്നെ അങ്ങനെ ആക്കി അതേ കണ്ടോ. ഈ അവർ അത് പറയരുത്, സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയരുത് കേട്ടോ. അവരെന്ത് വെച്ചോ നിനക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും ചാനലിനെ നല്ല ഹയസ്റ്റ് ആക്കി തന്ന് അത് ശരിയല്ലടാ പറയരുത്. എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, അത് പറ്റൂല. കമന്റ്സ് ആണ് എന്നെ ഇത്രയും വയലന്റ് ആക്കിയത്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ നല്ല രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പൊ ആ ഒരു എന്താ പറയാ എനിക്ക് സഹതാപത്തിന്റെ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോ ഇവരെല്ലാവരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവള് സഹതാപത്തിന്റെ രൂപത്തിൽ ഇവള് പൈസ ഉണ്ടാക്കുകയാണ്, യൂട്യൂബിൽ കടന്ന് കളിക്കുകയാണ്, ഇവളുടെ കണ്ണീര് കണ്ടിട്ട് എല്ലാവരും ഇവളെ സഹായിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഞാൻ സർജറി കഴിഞ്ഞിട്ട് ആ ഒരു സഹതാപത്തിന് മാറിയിട്ട് ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ഒരാളാണ്. എനിക്കുള്ള ടൈമിൽ ഞാൻ നല്ല രീതിയിൽ ഡ്രസ്സിംഗ് കാര്യങ്ങളും മോഡലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നല്ല മോഡലായിട്ട് കൂടിയിട്ടാണ് പൊതുവെ ഇങ്ങനെ ആയത്. പൊതുവെ പറഞ്ഞാൽ നിങ്ങൾ വരുന്ന ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു, അങ്ങനെ ആയത്. അപ്പൊ എന്താ പറയാ ഇവരുടെ കമന്റ്സുകൾ ഇങ്ങനെ തുടരെ ഇവള് കണ്ണീരും കയ്യുമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പൈസ പണം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ ഞാന് നിന്റെ ഇവരുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നിട്ടൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു വിഷമൊക്കെ തോന്നിയിരുന്നു കേട്ടോ എന്റെ. പക്ഷെ അത് അഭിനയായിരുന്നോ? നല്ല ഒറിജിനലായിട്ട് പറഞ്ഞ മാതിരി തോന്നി കേട്ടോ. എന്നാ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊന്ന് ചേഞ്ച് ആയി. അപ്പൊ ഞാൻ എന്റെ ഡ്രസ്സിങ്ങിലും ബാക്കിയുള്ളതും നെയ്റ്റ് മാറ്റി, ഞാൻ ബാക്കിയുള്ള ഡ്രസ്സിങ് മാറ്റി, അങ്ങനെയൊക്കെ മാറ്റി. അപ്പൊ ഇവര് വീണ്ടും പറഞ്ഞു ഇവർക്ക് അഹങ്കാരം കൂടി, ഇവർക്ക് പണം വരാൻ തുടങ്ങി, ആൾക്കാർക്ക് എന്താ പറയാൻ പറ്റാത്തത്, അഹങ്കാരം കൂടി എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ എനിക്ക് അഹങ്കാരം കാര്യങ്ങള് എനിക്കുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ പിന്നെ പൊതുവെ അവൾക്ക് അഹങ്കാരം ഉണ്ടോന്നൊന്നും അവൾക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ഓരോന്ന് അഹങ്കാരം ഇല്ല. ഞാൻ ഇവളുടെ ഈ സാജിദ ചേച്ചിയുടെ വീഡിയോസ് ഇട്ട് അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് അവൾക്ക് അഹങ്കാരം കൂടി. ഇതിങ്ങനെ പറയുമ്പോ അഹങ്കാരം കൂടൂലേ? എന്ത് സാധനം വെച്ചാൽ നമുക്ക് പറയുന്നതിനനുസരിച്ച് കൂടും, അതേപോലെ സബും കൂടും. വെറുതെ ഇല്ലാത്തത് പറയരുത് നിങ്ങള്. സംസാര രീതി എനിക്ക് അങ്ങനെയാണ്. സംസാര രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഈ ചെങ്ങായി വെറുതെ പിത്തറുണ്ടെങ്കിൽ അങ്ങനൊന്നും ഇല്ല ഭാഷ ഇല്ലേ. ഞാൻ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിലും ആ ടൈമിലൊക്കെ ഞാൻ മാനസികമായിട്ട് ഒരു പിരിമുറുക്ക. പൊതുവെ ഞാൻ ഇതാണ് ഷാജിദ പറഞ്ഞത് ഇതാണ്. ഇതാണ് ഇപ്പത്തെ ഈ പുതിയതായിട്ട് കാണുന്ന ആളാണ് ശരിക്കുള്ള ഞാൻ. മറ്റേ ഞാൻ വേറെ ഏതോ ഞാനാ. ഇതാണ് റിയൽ ഷാജിദ. പറഞ്ഞതിനൊക്കെ ആക്ടിങ് അല്ല, അത് എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിന്റെ സൈലന്റ് ആയിരുന്നു. സംസാരിക്കും. നിങ്ങൾ വരുന്ന ടൈമിനേക്ക് മുന്നേ ഞാൻ മിണ്ടലില്ല, മക്കളോടടക്കം ഞാൻ മിണ്ടലില്ല. റൂമിൽ ഇങ്ങനെ ഒരു ഭാഗത്തിരിക്കും, ഉമ്മാനോട് മിണ്ടില്ല, പുറത്ത് വരില്ല, ഇതിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു. ഫോണെ ഞാൻ യൂസ് ചെയ്യലേ ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ എനിക്ക് പാട്ട് ഫോൺ ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ഒരു 4-5 മാസം എനിക്ക് അങ്ങനെ ആയിരുന്നു. അത് എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കാരണമാണ്. ടെൻഷൻ, ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. എന്ത് പിരിമുറുക്കാണ് ഈ മാനസിക പിരിമുറുക്കം? 10-12 ഒക്കെ നെറ്റാണോ? ആ ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ സൈലന്റ് ആയി. മാനസികമായിട്ട് ഞാൻ നല്ല ഡൗൺ ആയി. ഒന്നല്ല, ഞാനൊന്നും ഒരാൾക്കും പ്രതികരിക്കില്ല, ഫോണിൽ സംസാരിക്കില്ല, ഫ്രണ്ട്സുകൾ വിളിച്ചാൽ മിണ്ടില്ല, വീട്ടിൽ ഉമ്മാനോട് മിണ്ടില്ല, മക്കളോട് മിണ്ടില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ റിയൽ ഷാജിദാണ്. അത് പണ്ടുള്ള കല്യാണം കഴിഞ്ഞപ്പോഴും അല്ലാത്തവർക്കും മിക്കാർക്കും പറയാം. ഞാൻ പറഞ്ഞ മറുപടി ഞാൻ കൊടുക്കും. എനിക്ക് ദേഷ്യം ഞാനുള്ള കാര്യങ്ങൾ ഞാനൊരു ക്യാരക്ടറാണ് എന്റെ. പക്ഷേ അതിന്റെ ആരും വന്നിട്ട് ഷാജിയുടെ സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു, ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആരും വന്നിട്ട് ഒരു കമന്റ് പോലും ഇട്ടിട്ടില്ല. അവർ വീഡിയോസ് കാണാം, പക്ഷെ അവർ കമന്റ് ഇടാറില്ല. പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതെ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യണ്ടേ? ഷാജിദ ഇങ്ങനെയല്ല, ഷാജിദ വേറെ രീതിയിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടേ? എനിക്കറിയില്ല, അത് അങ്ങനെ. അപ്പൊ അത് അവരുടെ ഇഷ്ടല്ലേ, അവര് വന്ന് കമന്റ് ചെയ്യണതൊന്നും അവരുടെ ഇഷ്ടമല്ല. അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ ബായി. എന്താ പൊന്നു ബ്രോ ഇങ്ങനെ ചോദിച്ചാൽ അതിനെ സ്വയിപ്പാക്കല്ലേ. ഒരു കൊച്ചും കൂടെ ഒക്കെ ഒരു നല്ല രീതിയിൽ ചോദിക്ക്. ഒരാളെ ഇങ്ങോട്ട് എന്താ പറയാ, കമന്റ് ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് ഈ 3-4 ദിവസം മുന്നേ ഞാൻ എയറിലായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നല്ല താഴത്തെത്തി. ഇപ്പൊ നല്ല എടുത്ത് നോക്കിയാൽ കാണാൻ നല്ല കമന്റ്സുകളാണ്. ഞാൻ ഇന്നലെയും കൂടി നോക്കിയാലോ, ഒരു മിനിറ്റ് ഞാൻ ഇന്നലെയും കൂടി എന്റെ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഒക്കെ ഫുള്ള് നെഗറ്റീവ്. ഒരു നെഗറ്റീവുകൾ വന്നിട്ട് അങ്ങനത്തെ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അങ്ങനൊന്നും ആയിരുന്നില്ല എനിക്ക്. ഇജ്ജ് നോക്കിയിട്ടുണ്ടാവില്ല. ഇനി വേറെ ആരെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കിയാ? എന്റെ വീഡിയോസിന്റെ അടിയിലത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. സോഷ്യൽ മീഡിയ ആവുമ്പോ മോശം കമന്റും വരും, നല്ല കമന്റും വരും. അതെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ ടൈമിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. എനിക്ക്
പൊതുജനം കഴുതുകളാണേ. ആൾക്കാർക്ക് ഇപ്പോഴും ചില ആൾക്കാരോട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസാ. പൊട്ടന്മാര് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ചില കാര്യങ്ങളൊന്നേ. എന്റെ കാര്യത്തിലല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ വേറെ ഇതിൽ പറഞ്ഞാണ്. അങ്ങനെ വിചാരിക്കണ്ട. അനക്ക് ഒക്കെ നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണ്, എല്ലാരും നല്ല ആൾക്കാരാണ്. നിറയെ പേര് എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഷാജി ഒന്നുകൊണ്ടും തളരരുത്, നെഗറ്റീവ് സെലിബ്രിറ്റി ഞങ്ങൾ നിന്റെ ഭാഗത്ത് ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ടെന്ന് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട്. ഡെയിലി വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ആവൂലേ നമ്മളെ മറ്റേ എന്താ പാവപ്പെട്ട ഒരു മസ്റൂറ ഫാത്തിമാരുടെ ചാനലിലുള്ള നജ്മാന്ന് എന്തോ പറഞ്ഞുള്ള സ്ത്രീയുടെ ചാനൽ പൂട്ടിക്കും താക്കും എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ ഞെട്ടിച്ചില്ല. അത് ഇവരാവൂലേ ചിലപ്പോ ഈ അനക്ക് പിന്നെ നല്ല കമന്റ് ഒക്കെ ഇടുന്ന അവരാവൂലേ ചിലപ്പോ. ഓ പാവട്ടോ ആ കുട്ടി എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ എന്നോടുള്ള ഒരു സംഭാഷണം കമന്റ് ഒക്കെ ഇട്ട കാരണം ഇപ്പൊ അതിന് സബ്സ്ക്രൈബർ കൗണ്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിന്നിട്ട് ആരെങ്കിലും എത്ര കഷ്ടപ്പെടണമെന്നറിയോ? യൂട്യൂബിലൊക്കെ ഒരു 1000-2000 സബ്സ്ക്രൈബർ ആവണമെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോസ് ഇട്ടിട്ട് എന്തോ പറഞ്ഞു നോക്കുമ്പോൾ അവിടെ സബ്സ്ക്രൈബർ ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം തിരിച്ചിട്ട് വരുന്ന മാതിരി വന്നുകൊണ്ടിരിക്കുക. ഞാൻ ദിവസം പോയിട്ട് നോക്കും, എന്ത് കൂടുതലാ കൂടുന്നതെന്ന് അറിയോ? അല്ലാത്ത ജാതി. ഇപ്പൊ ഷാജിദ ചെയ്യുന്ന കണ്ടന്റുകളുടെ ഉച്ചിഷ്ടം എടുത്തിട്ടാണ് ബാക്കിയുള്ളവർ കണ്ടന്റ് ചെയ്യുന്നതെന്ന് ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞാല് അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴേക്കും അതിന്റെ എടുത്ത് ഇരട്ടിയാക്കി ഇടുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ നല്ല രീതിയിൽ ഇടുന്ന പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ഭയങ്കര മോശമായിട്ട് പറയുന്ന അവൾ അങ്ങനെ ഇങ്ങനെ അവളുടെ ഇതെന്ന് പറഞ്ഞിട്ട് മോശം ഇതാക്കിട്ട്. അപ്പൊ അവരിപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാര് ചില ടൈമിലൊക്കെ ഞാൻ പറയണെങ്കിൽ എന്റെ റിയാക്ഷൻ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടത് ഇറ്റ്സ് മീ ഗൈസ് ആണ് എടുത്തിട്ടത്. അവൻ നല്ല രീതിയിലാണ് ഫസ്റ്റ് അവൻ എന്നെ എല്ലാം ഇറ്റ്സ് മീ ഗൈസ് നല്ല രീതിയിൽ നിനക്ക് വീഡിയോ ചെയ്തു തന്നിട്ട് അന്ന്. എന്നിട്ട് നല്ല അന്ന് എത്ര നിനക്ക് 38,000 സബ്ബറ്റ് ഉണ്ടായിരുന്നുള്ള ഓർമ്മ ഉണ്ട്. അത് കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളില് എന്തൊക്കെ പറയാ, നമ്മളെ ഈ പ്രളയമൊക്കെ ഉണ്ടായില്ലേ അതേപോലെ പ്രളയം ഉണ്ടായിട്ട് നമ്മൾ പുഴയിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ട് വെള്ളം വന്നില്ലേ, കിട്ടിയതൊക്കെ പാടെ വാരി എടുത്ത് വലിച്ചെടുത്ത് ഓടിയില്ല നമ്മള്. അതേപോലെ എന്റെ ചാനൽ പിന്നെ നോക്കുമ്പോണ്ട് 1,40,000 മീതെ. എന്തല്ലേ പാവം ഗെയ്സിക്ക ചെയ്തൊരു ഉപകാരമാണ് അതൊക്കെ. മറക്കരുത് കേട്ടോ ആളൊന്നും. പിന്നൊന്നും അയാളെ പറ്റിയൊന്നും മോശമായിട്ട് നമ്മളൊന്നും പറയരുത്. അവരടുത്ത് മുന്നിൽ അവൻ പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, 5 കുട്ടികൾ പാവാണ് അതൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ മഴവിൽ കേരളത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻ കട്ട് പോർഷൻസ് എടുത്തിട്ട് അവൻ ഭയങ്കര മോശമായിട്ടുള്ള, അവൻ അതിന്റെ ഉള്ളിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവന്റെ തമ്മിലേൻ ഷാജിദയുടെ ഇക്ക മരിക്കാൻ കാരണം അവരുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിലേൻ ഇട്ടിട്ട് ആ കൈസ അങ്ങനെ പറഞ്ഞ എന്താ ചങ്ങായി അങ്ങനെ പറയാൻ കാരണം? അതൊക്കെ വളരെ മോശാട്ടോ. ആദ്യം നല്ല പറയാ പിന്നെ ചീത്ത പറയാ, അതെന്തെങ്ങനെ മാറിക്കൊണ്ടിരിക്കണ് രാത്രിയും പകലുമാതിരി? അങ്ങനൊന്നും പറ്റൂല. ഓ ചോദിക്കണം, അത് ചോദിച്ചേ പറ്റൂ, ചോദിക്കണം. വീഡിയോ ചെയ്തു. അതിൽ ഭയങ്കര പ്രശ്നമായി എനിക്ക്. എങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അല്ല, അതിന്റെ താഴെ ഇക്കാന്റെ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങള് ഒരുപാട് വലുതായി. അപ്പൊ ഞാൻ അവനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിനെതിരെ ഞാൻ വീഡിയോ ചെയ്തു. കാരണം നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയും. നല്ലത് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അയാളെ വീഡിയോ ചെയ്തപ്പോ എനിക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സത്യം, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിന് എതിർത്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അയാൾ മാത്രമല്ല പൊതുവെ ആരും നമുക്ക് ഒരു വീഡിയോ അധികം വീഡിയോ ഇട്ടുണ്ട് കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് അവൻ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. നമ്മളിപ്പോ ഇങ്ങനെ എയറിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ടന്റ് എടുത്തിട്ട് അവർക്ക് കുറച്ച് റീച്ച് കൂടുന്നുള്ള ഒരു രീതിയിലാണ്. കാരണം ഇപ്പൊ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് കാരണം പറഞ്ഞാൽ ഒരു 1000 സബ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടുതൽ ചാനലിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ കാരണമാണ് ഷാജിദയ്ക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൂടുതൽ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. കാരണം ഷാജിദയുടെ പഴയ വീഡിയോകള് എടുത്തിട്ട് അവര് റിയാക്ട് ചെയ്ത് ഞാൻ പറയട്ടെ, എനിക്ക് അന്ന് ഈ നാത്തൂന് ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് 43-44 സബ് ഉണ്ടായിരുന്നു. പിന്നെ തെറ്റി 38,000 അടുത്ത് സബ് ഉള്ളായിരുന്നുള്ളൂ. ഇജ്ജ് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കാം. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ. ചിലപ്പോ അനക്ക് ഇത് ഇങ്ങനെ കേറി വന്നോണ്ട് തെറ്റിയതാവും. 38,000 ആയിരുന്നു. ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അത് പ്രതികരിച്ചതിന് ശേഷം എനിക്ക് സബ് കുറഞ്ഞു, വീണ്ടും സബ് കൂടി. അപ്പൊ ഈ പറയുന്നവരെന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, നമ്മളെ താഴ്ത്തുന്നുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗമാണ്. അല്ല, ഇത് ആദ്യം ഷാജിദനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിച്ചത്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം ഷാജിദയ്ക്ക് സുഖമില്ല, മക്കൾ ഇങ്ങനെയാണ്, ജീവിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അവര് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിദയ്ക്ക് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഷാജിദയുടെ
സ്വഭാവത്തിൽ വന്നൊരു മാറ്റം കൊണ്ടാണ്. കാരണം ഈ സ്വഭാവത്തിൽ മാറ്റം എന്ന് പറഞ്ഞിട്ട് അതിനെ വെറുതെ ഇങ്ങനെ ഇടങ്ങനാക്കല്ല ചെങ്ങായിയെ. അത് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോട്ടെ. ഷാജിദ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു ഉച്ചിഷ്ടം എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് ഷാജിദേനെ അവര് വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ സത്യല്ലേ പറയുന്നത്? നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഓൺലൈൻ നിങ്ങളുടെ ഈ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേറൊരു ആൾക്കാർ ഇടുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ വിചാരിക്കാം? നമ്മളുടെ കാര്യം എടുത്തിട്ട് ഇപ്പൊ എന്റെ കഥയാണ് ഇപ്പൊ ഇവര് പറയുന്നത് വെച്ചാല് എന്റെ ചാനലിൽ ഞാൻ എന്റെ കഥ പറയുന്നുണ്ട്, അതെല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇവരെടുത്ത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോ എങ്ങനെയായാലും ഇവർക്ക് അതിന്റെ റീച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ ജേഴ്സിക്ക് ഒരു വീഡിയോ എന്റെ ചെയ്യുമ്പോഴേക്കും 4 ലക്ഷം 3 ലക്ഷം ഒക്കെ ആവുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത വീഡിയോക്കാണ് ആദ്യം എത്ര വ്യൂസ് വന്നത്? ആദ്യം സപ്പോർട്ട് ചെയ്ത വീഡിയോക്കാണ്. അതിന് ശേഷം ഇടുന്ന വീഡിയോസിന് നല്ല സെലിബ്രിറ്റി ഇടുന്ന ആൾക്കാർക്കൊക്കെ വ്യൂസ് ഉണ്ട്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നെഗറ്റീവ് മാത്രമല്ല അവര് പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ വീഡിയോ ഇടുന്നോണ്ട് കുറച്ച് എല്ലാവരും അറിയുന്നുണ്ട്, റീച്ച് കൂടുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് എന്റെ എന്താ പറയാ എനിക്കായിട്ടുള്ള ഒരു ഇത് കുറയുന്നുണ്ട്. കാരണം എന്റെ സ്റ്റാൻഡേർഡ് കുറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ആൾക്കാരും കാണുമ്പോൾ മോശമായിട്ടാണ് അവര് ഇതാക്കുന്നത്. കാരണം ഒരു ഗർഭമൊക്കെ ഒരു പെണ്ണിനെ ഉണ്ടാക്കുമ്പോ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം ഇടാൻ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഗർഭത്തിന് ഇപ്പൊ എന്താ സത്യാവസ്ഥ ഉണ്ടോ നോക്കാനുള്ളത്. നാത്തൂനായിട്ട് ഇവര് കോണ്ടാക്ട് ചെയ്ത് നാത്തൂന് ഇവരുടെ അടുത്താണ് സംസാരിച്ചത്. അതൊക്കെ ഞാൻ കേട്ടു. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. വോയിസ് കട്ടെടുത്ത് എല്ലാവരും ഇട്ടു. അപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഷാജി ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് എന്താണ് ഈ 4 മാസം ഞാൻ വയ്യാണ്ടിരുന്നത് ആരും അറിയില്ല. എന്റെ വീട്ടിലും എന്റെ വീട്ടുകാർക്കും മാത്രമേ അറിയുള്ളൂ ഞാൻ 4-5 മാസം ഒഴിഞ്ഞു നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളവർക്ക് എന്റെ കുടുംബക്കാർക്കും അറിയില്ല. പിന്നെ പ്രഗ്നന്റ് ആയി അത് ഇതെന്ന് പറയുമ്പോൾ ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി. സംഭവം ഇതെന്ന് പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആയി. അപ്പൊ എനിക്ക് എന്റെ സ്വഭാവം മനസ്സിലാക്കി തകർക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീച്ച് അല്ല നമ്മൾ നോക്കുന്നത്, നമ്മുടെ മാനം വെച്ചിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഈ മാനം വിറ്റ് കളയാനായിട്ടൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ ഈ പറയുന്ന നാത്തൂനെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ അവളെ കോണ്ടാക്ട് കോണ്ടാക്ട് ഇല്ലേ. എനിക്ക് അവളെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം. അവൾ ഇക്കാനെയും മക്കളെ ഇത്ര സ്നേഹിക്കണവളാണ് പറഞ്ഞ ഈ ചെങ്ങായി നാത്തൂമ്പോര് ഒന്നും കേട്ടിട്ടില്ലേ? അമ്മായിമ്മപ്പോര് നാത്തൂമ്പോര് ഇതൊക്കെ ഇവിടെ ഉള്ളതാണേ. ആ സംഭവമാണ് ഇപ്പൊ പറയണത്. എന്നെ മാറ്റി നിർത്തിയിട്ട് അവൾക്ക് എത്രയോ പ്രാവശ്യം അവളുടെ മക്കളെ വന്ന് കാണായിരുന്നു. എന്റെ മക്കളെ വന്ന് അവൾക്ക് കാണായിരുന്നു. അവൾ അത് ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഇക്ക ഉള്ളപ്പോഴേ എന്നെ ഇക്കാനോട് അവള് വലിയ ഭയങ്കര പ്രശ്നമാണ് നാത്തൂനെ. എന്താ നാത്തൂന്റെ പേരെന്ന് പറഞ്ഞ നാത്തൂനെ നമുക്ക് ഒന്ന് ശരിയാക്കാണ്ട്. ഇടയ്ക്കൊക്കെ പോവാ വരിക, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൂടാ, അങ്ങനെയുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ആരൊക്കെ നാത്തൂനെ പോയി കണ്ടിട്ട് എന്താണ് ഇത് എന്നൊക്കെ ചോദിച്ചറിയാൻ പോണുണ്ട് എന്നാ തോന്നുന്നു കേട്ടോ. എന്തൊക്കെ ഇനി ഉണ്ടാകണം, എന്തൊക്കെ കുതൂഹലം ഉണ്ടാവുകയാണോ? എന്നിട്ട് പൊതുവെ അല്ലാണ്ട് ഇവളായിട്ട് ഞാന് വീട്ടിൽ സംസാരിക്കില്ല. ഇപ്പൊ ഷാജിദ കല്യാണം കഴിച്ചു, ഈ വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷാജിദ രണ്ടാമതൊരു വിവാഹം കഴിച്ചതെന്ന് പറയുന്നത്. വികാരം അടക്കി പിടിക്കാത്തതെന്നല്ല, എനിക്കിപ്പോ ഒരു എന്ത് വികാരം? അയ്യേ, ഈ ചെങ്ങായിക്ക് ഒരു നാളുമില്ല ചോദിക്കാൻ. ചെങ്ങായി വികാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉദ്ദേശിച്ചത്? അതൊന്ന് കേക്കട്ടെ ആദ്യം. 32 വയസ്സായിട്ടുള്ളൂ. മനുഷ്യനാണ്. മനുഷ്യന്മാരാവുമ്പോ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ശരീരത്തിലെ ഹോർമോണും കാര്യങ്ങളും ഒക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു കമന്റ് ഇടുന്ന ഒരാള് ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. വികാരത്തിന്റെ ഹോർമോണേ ഇല്ലട്ടോ. അല്ലാത്തൊരു ഇതൊക്കെ കുറച്ച് തരണ്ടേ ഈ വികാരത്തിന്റെ ഹോർമോണൊക്കെ. ഞാൻ ആരോട് പോയിട്ട് അതൊക്കെ പറയാം. എന്നിട്ട് ഒരു പെണ്ണിന്റെ വിചാരങ്ങളെ മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഇപ്പൊ എനിക്ക് 15 വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ വിചാരങ്ങൾ എനിക്ക് അവനോട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇത് പൊട്ടക്കിണറ്റിലിടാൻ തോന്നുന്നത്. പറയും എന്നിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെന്റെ ഒരു പാർട്ട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ 15 കൊല്ലം ഞാൻ എന്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്റെ ഇക്കാന്റെ കൂടെ കറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്റെ ഇക്കാന്റെ കൂടെ എല്ലാ കാര്യങ്ങളും എന്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോ ഇന്നൊരു പാർട്ട്ണറെ തേടാൻ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഭർത്താവ് മരിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മള് പിന്നെ ഒറ്റക്കടക്കൊന്നും വേണ്ട. അത് ഇങ്ങനെ എല്ലാവരോടും പറയാനും നിൽക്കണ്ട. വേഗം പോയിട്ടൊരു കല്യാണം കഴിക്കുക. നമുക്ക് ഈ അടക്കാൻ പറ്റാത്ത വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതൊന്നും ഇപ്പൊ ഈ കമന്റോളികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. വേഗം പോയിട്ട് ഒരു കല്യാണം കഴിക്ക്. എനിക്കതാ എന്നോട് പറയാനുള്ളത്.
ആരും കേൾക്കണ്ട, എല്ലാവരോടും ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. ഇതിനിപ്പോ ചിലപ്പോ എൻ്റെ ഉമ്മ, എൻ്റെ നാത്തുമാരോ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരോ ഇതൊന്നും സമ്മതിച്ചൊന്നും വരൂല. നമുക്കൊരു ജീവിതം, ആകെ ഒരു ജീവിതമുള്ള ആ ഒരു ജീവിതം നമുക്ക് അടിച്ചു പൊളിച്ചിൽ ആവശ്യമായിട്ട് കഴിയണം. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഈ കുറ്റം പറയുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. കാരണം അവരിഞ്ഞിപ്പോ വേറെ എന്തെങ്കിലും കേസ് കൊടുത്താലും ഒഫൻസ് ഇല്ല, നല്ല ഒഫൻസാണ് ഇതൊക്കെ കേട്ടോ ഈ പറയണൊക്കെ. പിന്നെ ഇപ്പൊ ഈ നാത്തൂന്റെ മോള്, പിന്നെ അതേപോലെ ഭർത്ത വീട്ടുകാരിൽ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരേ കാര്യങ്ങൾ പറയാണ്ടാവും ചിലപ്പോ എന്നെ കുറിച്ചിട്ട്. ഈ പറഞ്ഞ മാതിരി മാത്രം ഒന്നും ആവൂല, വാദി പ്രതിയാവും കേട്ടോ. കളിക്കാൻ നിൽക്കണ്ട. നല്ല വക്കീൽമാരുണ്ടെന്നുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. പിന്നെ യൂട്യൂബ് ചാനലും ഉണ്ടാവൂല, വീടും ഉണ്ടാവൂല, കുട്ടികളെ നോക്കാൻ പറ്റൂല, എന്തൊക്കെ ഉണ്ടാവുക അള്ളാഹ്ക്ക് അറിയാം. ആ അള്ളാനെ നല്ല വിളിച്ചോളം കേട്ടോ. 5 വക്ത് നിസ്കരിച്ചിട്ടേ ഇപ്പൊ പ്രാർത്ഥിച്ചോളം ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോ അവര് 8ന്റെ പണി 16 ആക്കി തരും. ഞാനിക്ക് ഇത്രേ പറയുള്ളൂ. ഞാനിപ്പോ എന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇതൊക്കെ പറഞ്ഞു തരികയാണ്. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ കാണാല്ലേ. ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കൊസറാക്കുള്ളികളും ഒന്ന് ഇട്ടുതരും രാജി. എന്നാ ഞാൻ പോട്ടെ. വീഡിയോസ് കണ്ട് ഇഷ്ടമായിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഉള്ള വികാരം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ട് പോയിക്കോട്ടെ. വികാരങ്ങളെ വികാരങ്ങളെ ഒരു വികാരം ഇല്ലാത്ത ഓരോ സാധനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഭാഗ്യം, അത്ര ഇതിലൊക്കെ പറയാനുള്ളൂ. അപ്പൊ ചാനൽ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമന്റുകൾ, നല്ല കമന്റ് ഇടാൻ മാക്സിമം ശ്രമിക്കട്ടോ. നെഗറ്റീവ് ഒരുപാട് വരുന്നുണ്ട്, വലിയ ഗുണമൊന്നല്ല. കഥ നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ എനിക്ക് പോകാനുള്ള സമയമാണ്. എനിക്ക് വേറൊരു തൊഴിലൊക്കെ ഉണ്ട്, ഞാൻ അതിന് പോട്ടെ. ഇതുകൊണ്ടൊന്നും ഇപ്പൊ ഒരു കാര്യമില്ല. ഇതുമ്പോൾ തെറ്റ ഒരു കുന്തൊക്കെ കിട്ടണമില്ല. ഉള്ള സത്യം പറഞ്ഞതാ. വെറുതെ ഒരു നേരം പോക്ക്. അതിനെന്നെ ഇപ്പൊ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഈ ജാതി വീഡിയോസ് ഒന്നും ഇടാൻ നിൽക്കണ്ട. വെറുതെ എണ്ണിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും ഇല്ലട്ടോ. പിന്നെ സ്വയിപ്പാകരുതിട്ടൊക്കെ അതേ പറയാനുള്ളൂ. അപ്പൊ ബൈ. അടുത്ത വീഡിയോസുമായി വീണ്ടും